അപ്പൊ അതുകൊണ്ട് മോഹൻലാലിന് ഈ പടം റിലീസിന് മുന്നേ കാണുന്ന ഒരു സ്വഭാവം ഇല്ല. അദ്ദേഹത്തിന് ഇഷ്ടംപോലെ പണികളുണ്ട്. ഇല്ലാത്ത സമയത്ത്, കിട്ടുന്ന സമയത്ത് അദ്ദേഹം കുറച്ച് സമയം ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഈ സിനിമയ്ക്കും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് വളരെയധികം മാനസികമായിട്ട് വിഷമമുണ്ട്. ഞാനും സംഖ്യയാണ് സംഭവിച്ചു. പൃഥ്വിരാജ് എന്നുള്ള ഡയറക്ടറും ഇത് നോക്കേണ്ടതായിരുന്നു. നമ്മുടെ വികാരങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് ജനങ്ങളുടെ വികാരങ്ങളെ മാനിച്ചുകൊണ്ടായിരിക്കണം ഒരു സിനിമ പുറത്തിറക്കുന്നത്. തൽക്കാലം നമ്മൾ കേരളത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തെക്കുറിച്ച് തൽക്കാലം ആസ് ഓഫ് ടുഡേ നമ്മൾ കേരളത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എമ്പുരാൻ സിനിമ റിലീസായി 48 മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ 100 കോടി ക്ലബ്ബിൽ കയറിയിരിക്കുന്ന ഒരു മാസ്റ്റർ ക്ലാസ് ഐറ്റമാണ് എമ്പുരാൻ എന്ന് പറയുന്ന ആ ഒരു സിനിമ. നമ്മുടെ മലയാളത്തിന് തന്നെ അഭിമാനിക്കാൻ പറ്റുന്ന അങ്ങനെ ഒരു ക്രാഫ്റ്റ്. അത് ഇറങ്ങിയതിനു ശേഷം എന്തൊക്കെയാണ് ഓരോ സൈഡിൽ നിന്ന് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത്. പൃഥ്വിരാജ് സുകുമാരൻ പോലും ചിന്തിക്കാത്ത സാധനങ്ങൾ വരെ കുറെ ആൾക്കാർ ബന്ധപ്പെടുത്തിയിട്ട് കൊണ്ടുവരുന്നുണ്ട്. അതൊക്കെയാണ് ഏറ്റവും വലിയൊരു കോമഡി. ആൻഡ് അത് തന്നെ ഒരു കാര്യം പറട്ടെ, ചില ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചും അതേപോലെ തന്നെ കമന്റ് ബോക്സിൽ ചോദിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു, നമ്മുടെ ചാനലിലൂടെ ഇപ്പോൾ ഡെയിലി ഒരു വീഡിയോസേ വരുന്നുള്ളൂ, എന്ത് പറ്റുന്നുള്ളത്. സംഭവം മറ്റൊന്നുമല്ല, എൻ്റെ ഒരു പേഴ്സണൽ ഇഷ്യൂസിലൂടെ ഞാൻ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോയിൽ ഇങ്ങനെ ഒതുക്കി ഇങ്ങനെ പോകുന്നത്. വീഡിയോ എടുക്കാൻ നമുക്ക് പറ്റേണ്ട ഇടയിൽ അപ്പം നമ്മൾ ആ ഒരു ഇഷ്യൂസ് ഒക്കെ ഒന്ന് സോൾവ് ആയിട്ട് നമ്മൾ ബാക്ക് ടു ട്രാക്കിലോട്ട് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി ഒരു വിഷയത്തിലോട്ട് വരുമ്പോഴത്തേക്കിന് പൃഥ്വിരാജ് സുകുമാരൻ എന്താണോ ഈ ഒരു സിനിമയിലൂടെ പറയാൻ ഉദ്ദേശിച്ചത് അത് വളരെ കൃത്യമായിട്ട് കൊള്ളേണ്ട ആളുകൾക്ക് കൊള്ളേണ്ട രീതിയിൽ കൊണ്ടിട്ടുണ്ട്. അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇപ്പം നമ്മൾ ഓരോ സൈഡിൽ നിന്ന് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, എന്തിനാണെങ്കിലും ഭയങ്കര കോമഡി ആയിട്ടുണ്ട്. ഇപ്പം സിനിമയാണെങ്കിൽ സെൻസർ ചെയ്ത് കട്ട് ചെയ്ത് വീണ്ടും റീസെൻസർ ചെയ്ത് കട്ട് ചെയ്ത് മാറ്റാനെ കൊണ്ടൊക്കെ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു ന്യൂസ് ബൈറ്റ് ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം. എമ്പുരാൻ സിനിമയുടെ എഡിറ്റഡ് പതിപ്പ് അടുത്തയാഴ്ച തിയേറ്ററുകളിൽ. സ്ത്രീകൾക്കെതിരായ അക്രമവും കലാപത്തിലെ ചില രംഗങ്ങളും അടക്കം 17ലധികം ഭാഗങ്ങൾ ഒഴിവാക്കി. ഇപ്പോൾ വിശദാംശങ്ങളുമായും ദിനു പ്രകാശാണ് ചെയ്യുന്നത്. ദിനു, വലിയ രാഷ്ട്രീയ വിവാദമായ സാഹചര്യത്തിലാണോ ഈ എമ്പുരാന് ഇപ്പോൾ വെട്ടുവന്നിരിക്കുന്നത്? എന്താണ് വിവരങ്ങൾ? തീർച്ചയായിട്ടും സിനിമയിലെ ചില രംഗങ്ങളും സിനിമ കൈകാര്യം ചെയ്ത വിഷയവും വലിയ വിവാദമായതോടുകൂടിയാണ് ഇത്തരത്തിലൊരു വെട്ട് എമ്പുരാന് ഏൽക്കേണ്ടി വരുന്നത്, അല്ലെങ്കിൽ സ്വയം ഏറ്റത് എന്ന് പറയേണ്ടി വരും. കാരണം ഇത് റീസെൻസറിംഗ് അല്ല, വോളണ്ടറി മോഡിഫിക്കേഷൻ. അതായത് സിനിമയുടെ നിർമ്മാതാവ് തന്നെ ഈ സമൂഹത്തിലുണ്ടായിട്ടുള്ള ഇത്തരം വിമർശനങ്ങളും വിവാദവും കണക്കെടുത്തുകൊണ്ട് എന്റെ സിനിമയിൽ നിന്നും ഇത്രയും രംഗങ്ങൾ മുറിച്ചു മാറ്റിക്കൊണ്ട്, അല്ലെങ്കിൽ സ്വന്തം സിനിമയിൽ നിന്നും ഇത്രയും രംഗങ്ങൾ മുറിച്ചു മാറ്റിക്കൊണ്ട് ഒരു പരിഷ്കരിച്ച പതിപ്പ് സെൻസർ ബോർഡിന് മുന്നിൽ സമർപ്പിക്കുന്നു. ആ പരിഷ്കരിച്ച പതിപ്പിന് ഇനി സെൻസർ ബോർഡ് അംഗീകാരം നൽകണം. അങ്ങനെ അംഗീകാരം നൽകുന്ന കോപ്പിയാണ് ഇനി അടുത്ത ആഴ്ച മുതൽ, ഏറെക്കുറെ ഞാൻ മനസ്സിലാക്കുന്നതാണ് ശരിയാണെങ്കിൽ ബുധനാഴ്ചയോ വ്യാഴാഴ്ചയായിരിക്കും പരിഷ്കരിച്ച എമ്പുരാന്റെ പതിപ്പ് തിയേറ്ററുകളിൽ എത്തുക. നിങ്ങൾ കേട്ടല്ലോ. അപ്പം പടം കാണാനുള്ള ആൾക്കാർ എത്രയും പോയി കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു പടം ശരിക്കും ആസ്വദിക്കാൻ പറ്റുള്ളൂ. ഇനി ഈ ഒരു സെൻസർ ചെയ്ത് വന്നതിന് ശേഷം നിങ്ങൾ കാണാൻ പോകുന്നത് ശരിക്കും എമ്പുരാനാണോ എന്ന് നമുക്ക് സംശയം തോന്നിപ്പോകും. കാര്യം ഇത്ര 10-27 സീനൊക്കെ കട്ട് ചെയ്ത് കളയാം, 10-26 മിനിറ്റുള്ള അത്രത്തോളം ഉള്ള സീനുകളൊക്കെ കട്ട് ചെയ്ത് കളയാന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് ആ പടം ഒന്നും ഉണ്ടാവില്ലല്ലോ ഇവിടെ. കാര്യം പിന്നെ ഒരു കാര്യമുണ്ട്, ആശീർവാദ് സിനിമാസ് തന്നെയാണ് ഈ സാധനം പൊക്കിക്കൊണ്ട് പോയിരിക്കുന്നത്. ലാലേട്ടൻ തന്നെയാണ് ഇത് ഇത്രയും ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയാൻ പറഞ്ഞത്. അതൊക്കെ മേജർ റിവ്യൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൂടെ നമുക്ക് ഇങ്ങോട്ട് വെക്കാം. അപ്പോൾ പുള്ളി ലൈവിൽ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അതിനി നിങ്ങളൊന്ന് കേൾക്കണം. ഏറ്റവും അധികം കോൾസ് വന്നിരുന്നത് എന്റെ ആർമിയിലുള്ള ഫ്രണ്ട്സിന്റെ സർക്കിളിൽ നിന്നാണ്. അപ്പൊ ആ സർക്കിളിൽ അവരെല്ലാം എന്റെ സീനിയേഴ്സ് എന്നെ ഇടാപെടാനും എന്നെ തെറി വിളിക്കാൻ അടക്കം അധികാരമുള്ള കുറേ സീനിയേഴ്സ് എല്ലാവരും ഒക്കെ റിട്ടയർ ആയിട്ടിരിക്കുന്നുണ്ട്. പലരും എന്നെ വിളിച്ച് തെറിയായി. എന്താണ് അത്, അതാണ് എല്ലാം പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്താണ് എനിക്കൊരു പിടിയില്ല. ഞാൻ ആദ്യം എല്ലാം കുറെ പറഞ്ഞ് മനസ്സിലാക്കി. അപ്പൊ ഇവരെല്ലാം പ്രശ്നം ആദ്യം പറയുന്നത് മോഹൻലാലിന്റെ ലെഫ്റ്റനന്റ് കേണൽ റാങ്ക് എടുത്തുക. ഈ ലെഫ്റ്റനന്റ് കേണൽ പദവി എടുത്ത് കളയണമെന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാർ ഓരോ സൈഡിൽ നിന്ന് ഇങ്ങനെ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ആൾക്കാരൊക്കെ ഒന്ന് മനസ്സിലാക്കുക, ഈ ലെഫ്റ്റനന്റ് കേണൽ പദവി RSSകാരോ BJPക്കാരോ പതിച്ചു കൊടുത്തേക്കുന്ന ഒരു സാധനമല്ല. നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ ഈ ഒരു രാജ്യം അഭിമാന പുരസ്സരം എന്നോണം അദ്ദേഹത്തിന് കൊടുത്തേക്കുന്ന ഒരു പദവിയാണ്. ഓക്കെ, ആ ഒരു സാധനത്തിന് RSS കൊടുത്ത് അല്ലെങ്കിൽ BJP കൊടുത്ത് എന്ന് പറഞ്ഞുകൊണ്ട് അത് പിൻവലിപ്പിക്കണമെന്ന് പറയുന്നത് എന്ത് ഫൂളിഷ്നെസ് ആണ് നിങ്ങൾ പറയുന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഓക്കെ, ആൻഡ് അതേപോലെ തന്നെ ഞാൻ മുമ്പും വീഡിയോസിനകത്ത് പറഞ്ഞിട്ടുള്ളതാണ്, എന്റെ നല്ലവരായിട്ടുള്ള BJPയിൽ RSSലുള്ള ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ട്. അത്യാവശ്യം വിവേകത ബുദ്ധിയോടുകൂടി തന്നെ കാര്യങ്ങളെ കാണാൻ പറ്റുന്ന ആൾക്കാർ, അതില്ലാത്ത മണ്ടന്മാരായിട്ടുള്ള വിഷം തുപ്പുന്ന ആൾക്കാരെ കുറിച്ചായിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോക്കകത്ത് സംസാരിക്കുന്നത്. ഓക്കെ, ആൻഡ് അതേപോലെ തന്നെ ആർമിയിലുള്ള ആളുകൾ തന്നെ ഇങ്ങനെ ചോദിച്ചു എന്നൊരു സാധനം പറഞ്ഞില്ലേ, 2021 ഇന്ത്യൻ ആർമി റാലിയിൽ പോയിട്ട് ഞങ്ങളുടെ ആണെങ്കിൽ ഈ പറയുന്ന പോലെ ആ ഒരു ഫിസിക്കലും മെഡിക്കലൊക്കെ പാസ്സായിട്ടുള്ള ഞങ്ങൾ ഒരുപാട് ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളുടെ എല്ലാം ഭാവി 1.5 വർഷം നീട്ടിക്കൊണ്ട് പോയിട്ട് ആ ഭാവി നശിപ്പിക്കുന്ന രീതിയിൽ ഒരു പരിപാടി നമ്മുടെ നരേന്ദ്രമോദി സർക്കാർ കാണിച്ചു. ആ ഒരു റാലി മൊത്തം ക്യാൻസൽ ചെയ്തു. അതിനുശേഷം അഗ്നിപഥ് എന്ന് പറയുന്ന ഒരു സ്കീം കൊണ്ടുവന്നു. ആ ഒരു 4 വർഷത്തെ കൂലിപ്പട്ടാരക്കാർ എന്നുള്ളൊരു സംഭവമാണ്. ഓക്കെ, അപ്പം ആ ഒരു സംഭവം കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ ഇതുപോലെ പട്ടാളത്തിലോട്ട് ഓരോ ആൾക്കാരെ ചേർത്തിട്ട് അവരെ പിന്നീട് ഒരു RSSകാരനാക്കി തിരിച്ചിറക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി ചെയ്തേക്കുന്ന ഒരു പരിപാടിയാണ്. ഓക്കെ, അതായത് ഇന്ത്യയിൽ ഒട്ടാകെ തന്നെ ഒരു BJPയുടെ ഭരണം അങ്ങും ഇങ്ങും എല്ലാ കോണിലും ഉണ്ടാവണം എന്ന ഉദ്ദേശത്തോടുകൂടി ചെയ്തേക്കുന്ന ഒരു സാധനമാണ്. അത് ഇവിടെയുള്ള ആർമിയിലുള്ള ആളുകൾക്കും അറിയാം, അല്ലാത്ത പല ആളുകൾക്കും അറിയാം. പക്ഷേ ഇത് പബ്ലിക്കായിട്ട് പല ആൾക്കാരും വന്ന് സംസാരിക്കുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത് തന്നെയാണ് അതിന്റെ ഉദ്ദേശം. ഓക്കെ, എന്തിനേറെ പറയുന്നത്, നിങ്ങൾ തന്നെ ആലോചിക്കുക, ആർമിയിലുള്ള ഒരു ആൾക്കാർ തന്നെ ഇപ്പൊ ഇദ്ദേഹത്തെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു കാര്യം പറയണമെങ്കിൽ, ലെഫ്റ്റനന്റ് കേണൽ പദവി എടുത്ത് കളയണമെന്ന് ഒരു ആർമിയിലുള്ള ഒരാൾ തന്നെ ഒന്ന് പറയണമെങ്കിൽ അവരെത്രത്തോളം അവരുടെ ഉള്ളിൽ ഈ പറയുന്ന പോലെ സംഘം അല്ലെങ്കിൽ ഈ ഒരു പാർട്ടിയോടുള്ള അത്രയും ഭ്രാന്ത് എത്രത്തോളം കേറിട്ടണമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. ഇനി പുള്ളി പറയുന്ന ബാക്കി കാര്യം കൂടെ ഇങ്ങോട്ട് വെക്കാം. അദ്ദേഹം പട്ടാള യൂണിഫോം ഇട്ടിട്ട് ഈ സിനിമയ്ക്കകത്ത് ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്യേ അല്ലെങ്കിൽ അനാശാസ്യമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തോ എന്നുള്ളത് ഒന്നും ഇല്ല. അതുകൊണ്ട് ഇതും യൂണിഫോമായിട്ട് നിങ്ങൾ ആദ്യം കൂട്ടിക്കിടക്കും. അപ്പൊ പട്ടാളത്തിനെ കുറിച്ചുള്ള സംസാരം ഇനിയെങ്കിലും
ദേവി അത് പറയുന്ന സമയത്ത് നമുക്ക് എന്തോ ഒരു മാതിരി തോന്നുന്നു അത് അതാണ് വിവേക ബുദ്ധിയോടുകൂടി ആ കാര്യങ്ങളെ കാണാൻ കഴിയാത്ത, എന്നാൽ രാഷ്ട്രീയം അല്ലെങ്കിൽ ഈ ഒരു സാധനം തലയിൽ കയറിയേക്കുന്ന അത്രയും ഭ്രാന്തയക്കുന്ന ആൾക്കാർക്കാണ് ഇത്തരം ഒരു ചോദ്യമായിട്ട് അവർ വന്നേക്കുന്നത്. ഒന്നില്ലെങ്കിൽ അവർ പട്ടാളക്കാരാണെന്നുള്ളത് ആലോചിക്കണം. ഓക്കെ, നമ്മൾ അത്രത്തോളം റെസ്പെക്ട് ചെയ്യുന്ന ആളുകളാണ് ഓരോ പട്ടാളക്കാരും. ഞാനും പട്ടാളത്തിൽ പോകാൻ അത്രത്തോളം ആഗ്രഹിച്ചിരുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി കഷ്ടപ്പെട്ടിരുന്ന് അതിന്റെ പടിവാതിൽക്കൽ വരെ എത്തിയിട്ട് തട്ടിക്കളഞ്ഞൊരു വ്യക്തിയാണ് ഈ പറഞ്ഞ നരേന്ദ്രമോദി സർക്കാർ എന്ന് പറയുന്നത്. ഓക്കെ, എന്തായാലും ബാക്കി കേൾക്കാം. അപ്പൊ അതുകൊണ്ട് മോഹൻലാൽ ഈ പടം റിലീസിന് മുന്നേ കാണുന്ന ഒരു സ്വഭാവം ഇല്ല. അദ്ദേഹത്തിന് ഇഷ്ടംപോലെ പണികളുണ്ട്. ഇല്ലാത്ത സമയത്ത് കിട്ടുന്ന സമയത്ത് അദ്ദേഹം കുറച്ച് സമയം ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഈ സിനിമയ്ക്കും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഓക്കെ, ലാലേട്ടനാണെങ്കിൽ സിനിമ കാണാതെയാണ് ഈ ഒരു പ്രീ റിലീസോ അങ്ങനെ ഫുൾ എഡിറ്റ് കംപ്ലീറ്റ് ആയതിനു ശേഷം അദ്ദേഹം പടം കണ്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയത്, അതാണ് ഈ സിനിമയ്ക്ക് സംഭവിച്ചത് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഓക്കെ, അപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കുക, ലാലേട്ടൻ ഈ പറയുന്ന പോലെ സിനിമ എന്താണെന്നും കഥ എന്താണെന്നും മനസ്സിലാക്കാതെ വെറും ഓക്കെ എന്റെ സീൻ എന്താണോ രാജു എന്റെ സീൻ മാത്രം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഓക്കെ ആ ഒരു കാര്യങ്ങൾ മാത്രം ചെയ്തിട്ടായിരിക്കും ലാലേട്ടനെ പോലൊരു വ്യക്തി സിനിമകൾ ചെയ്യുക. ഓക്കെ, എഡിറ്റിംഗിന് ശേഷമുള്ള സാധനം ഒരുപക്ഷെ ലാലേട്ടൻ കണ്ടിട്ടുണ്ടായിരിക്കില്ല. എന്ന് തന്നെയാണെങ്കിലും സ്ക്രിപ്റ്റിൽ ഈ സാധനം ഓക്കെ ഗുജറാത്ത് കലാപത്തെ കുറിച്ചിട്ടാണ് പറയുന്നത് എന്ന് തന്നെ പൃഥ്വിരാജ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ലേ? അതല്ല ഓക്കെ ലാലേട്ട നമുക്ക് ഇങ്ങനെ ഒരു സീനുണ്ട്, ഇത് മാത്രം ജസ്റ്റ് പറയാം, ലാലേട്ട ഇത്ര മാത്രം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞല്ലോ ഈ പറയുന്ന കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. അദ്ദേഹം ഓൾറെഡി എഴുതി വെച്ചിട്ട് എനിക്കറിയില്ല അത് റിലീസ് ചെയ്തോ ഇല്ലെന്നുള്ളത്. ഞാൻ കണ്ടതാണ്. അദ്ദേഹത്തിന് വളരെയധികം മാനസികമായിട്ട് വിഷമമുണ്ട്. തീർച്ചയായിട്ടും ലാലേട്ടനെ പോലെ ഒരാൾക്ക് വിഷമുണ്ടാകും. കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഇത്രയും തലയിൽ വിഷം കൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന മതഭ്രാന്ത് കൊണ്ട് നടക്കുന്ന ഒരുപാട് ആളുകൾക്ക് ഇതിനകത്തൂടെ എന്താണോ പറഞ്ഞത് അത് മനസ്സിലാക്കാൻ പറ്റാത്ത കുറെ ആൾക്കാർ ഇത്രയും രൂക്ഷമായിട്ട് വിമർശനമായിട്ട് വരുമ്പോൾ എന്തിനേറെ പറയുന്നു ലെഫ്റ്റനൽ കേഡൽ പദവി എടുത്ത് കളയണമെന്ന് വരെ ആൾക്കാർ പറയുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് വിഷമം ഉണ്ടാവില്ലേ? പിന്നെ സിനിമയ്ക്കകത്തുള്ള ചില പ്രശ്നങ്ങളും ഇത്രയധികം പ്രശ്നം ഉണ്ടാക്കാനുള്ള കാരണങ്ങൾ ഇതിനകത്തുള്ള അദ്ദേഹം അതിനുശേഷം കണ്ടിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം കട്ട് ചെയ്ത് കളയാൻ വേണ്ടി ഓൾറെഡി ഇൻസ്ട്രക്ഷൻ കൊടുത്ത് ഇന്ന് 6 മണിക്ക് ശേഷം 26ഓളം മിനിറ്റിന്റെ കട്ടിങ് ആ സിനിമയ്ക്കകത്ത് വരുന്നുണ്ടെന്നുള്ളതാണ് ഞാൻ കേട്ടത്. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ മോഹൻലാൽ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അവിടെയാണ് ജസ്റ്റിഫിക്കേഷൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി ഇദ്ദേഹം കണ്ടിട്ട് റിലീസ് ചെയ്തിട്ടുള്ള സിനിമ അല്ല. അതിന്റെ ഓരോ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇപ്പം ലാലേട്ടൻ ഇപ്പൊ അങ്ങനെ ഒരു കാര്യം ചെയ്ത് ഇത്രയും രൂക്ഷ വിമർശനം ഇങ്ങനെയൊക്കെ വന്നതിന്റെ പേരിൽ ഓക്കെ ഇപ്പം ഇത് കണ്ടതിന് ശേഷം ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ ആ ഒരു ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, എഡിറ്റിന് ശേഷം ആ ഒരു സിനിമ എന്താണെന്നൊക്കെ ഇപ്പൊ അദ്ദേഹം കണ്ടിട്ടുണ്ടായിരിക്കില്ല, പക്ഷെ അതിന് മുന്നേ ഒരു കഥ എന്തായാലും അറിഞ്ഞിട്ടുണ്ടായിരിക്കും, കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇതിനെ വീണ്ടും ഇതിൽ സെൻസർ ചെയ്ത് അത് റീസെൻസർ ചെയ്ത് കട്ട് ചെയ്ത് കളയാന്നൊക്കെ പറയുമ്പോൾ ആ ഒരു ക്രാഫ്റ്റിനെ ഇല്ലാണ്ടാക്കുകയല്ലേ, ആ ക്രാഫ്റ്റ് നശിച്ചു പോവല്ലേ. എന്താണോ പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറയുന്ന ആ ഒരു ഡയറക്ടർ ആ ഒരു സിനിമ എങ്ങനെയാണോ ആ ഒരു ക്രാഫ്റ്റ് ഉണ്ടാക്കി വെച്ചത് അത് മുഴുവനും ഈ പറയുന്ന കീറി മുറിച്ച് പിന്നെയും കളഞ്ഞു പോവുകയല്ലേ. ഓക്കെ, ഇപ്പം കുറെ ഏതോ വിവരം കെട്ട കുറെ ആൾക്കാർ സിനിമയായിട്ട് കാണാൻ പറ്റാത്ത കുറെ ആൾക്കാർ എന്തൊക്കെയോ പറഞ്ഞു അങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യകത ഉണ്ടായിരുന്നു. തുടങ്ങുന്ന സമയത്ത് കലാപങ്ങളിൽ മുസ്ലിം സഹോദരന്മാരെ പോയി അറ്റാക്ക് ചെയ്യുന്ന ഹിന്ദു ശൂലം എല്ലാം കൊണ്ടുപോയിട്ട് അതൊന്നും ചെയ്യുന്ന കാണിക്കാനുള്ള ഗട്സ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ തുടക്കം മുതലേക്ക് എവിടുന്നത് തുടങ്ങി, ആ വണ്ടി എങ്ങനെ കത്തി, ആര് കത്തിച്ചു, എന്തുകൊണ്ടൊരു കമ്പാർട്ട്മെന്റ് 53 പേര് മരിച്ചുപോയി, കാരണം 4 വശത്തും വാതിൽ അടച്ചു വെച്ചിട്ടാണ് ഈ ആളുകൾ അവരെ കത്തിച്ചു കളഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം കോടതി റൂളും സുപ്രീം കോടതി അടക്കം ശരിവെച്ച് ശിക്ഷയും കഴിഞ്ഞിട്ടുള്ള കാര്യം. എന്തുകൊണ്ട് അത് തുടങ്ങി വെച്ചിരുന്നെങ്കിൽ ഇത് ഇത്രയും വലിയ ഇഷ്യൂ ആവില്ലായിരുന്നു. അത് പറയാതെ വെറും മുസ്ലിം സഹോദരങ്ങളെ കൊല്ലുന്ന ഹിന്ദുക്കളെന്ന് കാണിച്ചു കഴിഞ്ഞപ്പോൾ വർഗീയതയല്ലേ സംസാരിച്ചിരിക്കുന്നത്. അപ്പൊ അവിടെ അങ്ങേ പോലൊരു വ്യക്തി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അങ്ങ് ഈ ഒരു സിനിമ കണ്ടിട്ടുള്ളൂ എന്ന് എനിക്ക് അറിയത്തില്ല, ഇതിനകത്ത് പറയുന്നുണ്ട് കണ്ടിട്ടുണ്ടോ എന്നുള്ളത്. ഇപ്പം അദ്ദേഹം ഒരു ലൈവിൽ വന്ന് പറയുന്ന കാര്യമാണ് ഇതൊക്കെ. അപ്പം മുസ്ലിം സഹോദരങ്ങളെ ആക്രമിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്രൂരകൃത്യം ചെയ്യുന്ന ഹിന്ദുക്കൾ എന്നതല്ല ആ ഒരു സിനിമയിലൂടെ കാണിക്കുന്നത്. മുസ്ലിം നാമധാരികളായിട്ടുള്ള ആളുകളെ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ BJP അല്ലെങ്കിൽ RSS പ്രവർത്തകർ വന്ന് ചെയ്യുന്ന ക്രൂരതകളെ കുറിച്ചിട്ടാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് ഈ പറയുന്ന പോലെ ഒക്കെ ഇതിന്റെ ഫുൾ വശങ്ങളും കാണിക്കണമെന്നുള്ളത്. ഫുൾ വശം കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലൂടെ കുറച്ചുകൂടെ ക്ലാരിറ്റിയിൽ ജനങ്ങളിലോട്ട് ഈ കാര്യങ്ങളൊക്കെ എത്തിയേനെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നിങ്ങൾ പറയുന്നത് പോലെ തന്നെ ആ ഗോദ്ര എന്ന് പറയുന്ന ഒരു കലാപം ഉണ്ടാവുന്നത് ഈ പറഞ്ഞ പോലെ മുസ്ലിം നാമധാരികളായിട്ടുള്ള ആൾക്കാർ അവിടെ പോയി ട്രെയിൻ കത്തിക്കുന്നു. അതിനുശേഷം നിങ്ങൾ എന്താണ് അല്ലെങ്കിൽ ഈ പറഞ്ഞ BJP RSSലുള്ള പ്രവർത്തകർ എന്താണ് ചെയ്തത്, അതിനൊരു അവസരമായിട്ട് മുതലെടുക്കുകയായിരുന്നു. അതായത് മുസ്ലിം നാമധാരികളായിട്ടുള്ള ആരെ കണ്ടാലും കൊല്ലുക എന്നൊരു ഒറ്റ കാര്യമാണ് ചെയ്തത്. ഇതിനകത്ത് ബാബ ബജ്രംഗിന്റെ കാര്യം നമ്മൾ മുമ്പത്തെ വീഡിയോസിനകത്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അയാൾ പറഞ്ഞേക്കുന്ന കാര്യം എന്തായിരുന്നു, ഞാൻ നമ്മുടെ സെക്കൻഡ് ചാനൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയുള്ള ആൾക്കാരെ കണ്ടാൽ കൊല്ലുക, അതിൽ നിന്ന് ഞാൻ ആനന്ദം കണ്ടെത്തുകയാണെന്നുള്ളത്. ഇങ്ങനെ കുറെ വിവരം കെട്ട ആൾക്കാർ. അപ്പൊ അതിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു പോകണമെങ്കിൽ വലിയൊരു വെബ് സീരീസ് പോലെ ഇറക്കണം. അപ്പൊ ആൾക്കാർക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ നാട്ടിൽ ഇത്രയും വിഷസർപ്പങ്ങളായിട്ടുള്ള മതേതരത്വത്തിന്റെ പേരിൽ ഇത്രയും വർഗീയത കാണിക്കുന്ന ആരാണെന്നും എന്താണെന്നും ഉള്ളത്. അവരെ ഓരോ സ്ത്രീകളെ നിരപരാധികളായിട്ടുള്ള എത്ര ആൾക്കാരെയാണ് ഇവർ കൊന്നൊടുക്കിയത്. അതിന്റെ ഒപ്പം തന്നെയാണെങ്കിൽ ഇപ്പം ഈ ഒരു സിനിമയ്ക്കകത്ത് പറയുന്ന ഒരു സാധനം തന്നെ ഉണ്ട്. ആ ഒരു സാധനം ഇവിടെ പറയുന്നില്ല, കുറെ ആൾക്കാർ സ്പോയിലറായിട്ട് പറഞ്ഞു, പക്ഷെ അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഒരു ബ്രൂട്ടലായിട്ടുള്ള ആ ഒരു സീന് അത് റിയലി നടന്നൊരു സംഭവമാണ്. അത് ആ ഒരു ഗോത്ര ആ ഒരു സംഭവത്തെ പറ്റി മാത്രം ബേസ് അല്ല, 2-3 മറ്റ് കലാപത്തെ കൂടി അവിടെ പരാമർശിച്ച് പോകുന്നുണ്ട്. അവിടെയൊക്കെ നടന്ന കാര്യമാണ്. ഇതേ BJPയിലുള്ള RSSകാരായിട്ടുള്ള അവിടുത്തെ പ്രവർത്തകർ ചെയ്തേക്കുന്ന കാര്യമാണ്.
ഓക്കെ അത് കണ്ടിട്ട് ഹരം കൊള്ളേണ്ട ആവശ്യകതയില്ല മറ്റുള്ള ഒരു BJP പ്രവർത്തകനും ഒരു RSSകാരനും. കാരണം ഒരു രാഷ്ട്രീയവും ഒരു മതവും മനുഷ്യനെ മോശമാക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല, അല്ലെങ്കിൽ മനുഷ്യൻ എന്തെങ്കിലും നല്ലത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അല്ലാതെ ഈ പറയുന്ന പോലെ ഒരു അവസരത്തിനെ മുതലെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടി കാര്യങ്ങളല്ല. അത് ആദ്യം എല്ലാവരും മനസ്സിലാക്കുക. പിന്നെ ഈ പറയുന്ന എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, അത് എന്താണ് കലാപം, അതെന്താണ്, നിങ്ങൾ അങ്ങനെ കുറച്ചേ കാണിച്ചുള്ളൂ, മൊത്തം കാണിക്കണം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ ആണെങ്കിൽ ആ ഒരു സ്ക്രീനിലൊക്കെ ആണെങ്കിൽ ഈ ട്രെയിൻ കത്തിച്ചേക്കുന്നതിന്റെ ഇതൊക്കെ കാണിക്കുന്നുണ്ട്. അതൊന്നും നിങ്ങൾ ആരും കണ്ടില്ലേ? ഓക്കെ, ഇത് നിങ്ങൾ ഈ പറയുന്ന പോലെ സിനിമയ്ക്കകത്ത് തന്നെ എല്ലാം ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഇതൊരു 5-6 മണിക്കൂറുള്ള ഒരു നീണ്ടൊരു സിനിമയായി പോകില്ലേ? ഇവിടെ BJP-ക്കാർ, ഞാൻ BJP-ക്കാരാണ്, BJP-യുടെ വൈസ് പ്രസിഡന്റാണ്. ഇതുവരെ ഇനി അടുത്ത സെഷനിൽ എന്താവുന്നത് എനിക്കറിയില്ല, അതടുത്ത പ്രസിഡന്റ് തീരുമാനിച്ചിട്ട്. ബട്ട് ഇപ്പോഴത്തേക്ക് കാരണം BJP-ക്കാർ പറഞ്ഞു അതിനകത്ത് സെൻസറിൽ 2 BJP അനുഭാവികളും ഉണ്ടായിരുന്നു എന്നുള്ളത്. സാർ, ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളൊക്കെ ചെയ്യുന്ന ചില മിസ്റ്റേക്കുകൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ ഈ അഭ്യുദയകാംക്ഷികൾ BJP-ക്ക് ഒരു ഉപകാരമില്ലാത്ത BJP-ക്കാരാണെന്ന് പറഞ്ഞ് നടക്കുന്ന കുറെ ഇട്ടിക്കണ്ണികൾ ഈ പാർട്ടിക്ക് ചുറ്റും നടക്കുന്നുണ്ട്. അത് വലിയ വലിയ കൊമ്പത്തിരിക്കുന്നുണ്ട്. ഒരു പാർട്ടിയുടെ ഏതെങ്കിലും ഒരു ഇലക്ഷൻ ക്യാമ്പയിന് യവന്മാരെ കൊണ്ട് 5 പൈസ ഉപകാരം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അതില്ലാതെ ഈ സെൻസർ ബോർഡിനകത്തിരിക്കുന്ന കുറെ എണ്ണമുണ്ട്. ഇതെല്ലാം ഇവരൊക്കെ ആദ്യം ചെകഞ്ഞെടുത്ത് വെളിയിൽ തള്ളണം. ഈ ചെകഞ്ഞെടുത്ത് കളയണമെന്ന് പറഞ്ഞേക്കുന്ന ഈ ആൾക്കാരൊക്കെ ഇല്ലേ, അവര് അങ്ങനെയുള്ള ഓരോ BJP-ക്കാരെ ഞാൻ ഇങ്ങനെ ഒരു 2 വീഡിയോ ഞാൻ ഇങ്ങോട്ട് വെക്കാം. അതിൽ ഒരാളുടെ വീഡിയോ ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് പ്ലേ ചെയ്യാം. ഇദ്ദേഹം സെൻസർ ബോർഡിലുള്ളതല്ല, പക്ഷേ BJP-യിലെ തന്നെ ഒരു പ്രവർത്തകനാണ്. അദ്ദേഹത്തിന്റെ വീഡിയോ ഞാൻ ഇങ്ങോട്ട് വെക്കാം. അത് ആക്ഷേപമല്ലല്ലോ, അത് സിനിമയുടെ അങ്ങനെയാണല്ലോ, സിനിമയൊക്കെ പ്രചരിപ്പിക്കുന്നതിനാണല്ലോ. നല്ലതെന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണും. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾ നല്ലതാന്ന് പറഞ്ഞാൽ ചീത്തയാന്ന് പറഞ്ഞാൽ നിങ്ങൾ പോയി കാണും. അതുകൊണ്ട് നിങ്ങൾ പോയി കാണണം. നിങ്ങൾ കാണണം. അതല്ലേ രമേശ് പറഞ്ഞതല്ലേ? രമേശ് പറഞ്ഞതാണ് പാർട്ടിയുടെ നയം. അത് സംസ്ഥാന പ്രസിഡന്റ് എൻഡോഴ്സ് ചെയ്തു. ഈ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ നമ്മുടെ മോഹൻലാൽ വില്ലനായിട്ടല്ലേ വന്നത്? ഇത്രയും ഉയർത്തി വന്നത് അതിന് ശേഷമല്ലേ? നെഗറ്റീവിൽ നിന്നാണ് തുടങ്ങിയത്. മനസ്സിലായില്ല, അത്രയേ ഉള്ളൂ. അല്ല, നെഗറ്റീവ് തുടങ്ങിയാലേ മുകളിലേക്ക് എത്താൻ പറ്റുള്ളൂ. അതിനുവേണ്ടിയുള്ളൊരു തുടക്കമാണ്. അടുത്ത നിയമസഭാ ഇലക്ഷനിൽ BJP ഉയരത്തിലെത്തിക്കാൻ വേണ്ടി അതിനുവേണ്ടിയുള്ളതാണ്. ഇദ്ദേഹം ഒരു BJP പ്രവർത്തകനാണ്. ഇദ്ദേഹം പറയുന്ന കാര്യമാണ്, നിങ്ങൾ സിനിമ പോയി കാണണം, എന്താണ് പ്രശ്നം, എന്താണ് അല്ലേ? ഒരു നെഗറ്റീവ് വരുന്നൊക്കെ BJP പറ്റിയിട്ട് എല്ലാവരും സംസാരിക്കുന്നൊക്കെ ഇത് ഉയർത്തി വരാൻ വേണ്ടിയിട്ടൊക്കെയാണ്. ആ രീതിയിൽ വിവേകത്തോടു കൂടി തന്നെയാണ് ഈ ഒരു കാര്യത്തേക്ക് എടുത്തേക്കുന്നത്. ഓക്കെ, ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ വീഡിയോക്കകത്ത് വെച്ചേക്കുന്ന മറ്റൊരു കാര്യം, അതായത് മറ്റൊരു BJP പ്രവർത്തകൻ പറഞ്ഞൊരു കാര്യമായിരുന്നു, സിനിമയായിട്ട് കണ്ടാൽ പോരെ, അല്ലെങ്കിൽ ഒരു സിനിമയെ നോക്കിയിട്ടല്ലല്ലോ ഇവിടെ ഒരു പാർട്ടി പ്രവർത്തിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹം തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ, വിവേകത്തോടുകൂടി തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ എടുക്കുന്ന ആൾക്കാരൊക്കെ ഇതിനെ അല്ലെങ്കിൽ ഈ പറയുന്ന BJP-യിൽ നിന്ന് മാറ്റി നിർത്തേണ്ടപ്പെടുന്ന ആൾക്കാരൊക്കെയാണ്. ഓക്കെ, ഇനി BJP-യിൽ ചേർത്ത് നിർത്തേണ്ടുന്ന എത്ര ആൾക്കാരെയാണെന്നുള്ളത് ഇനി നിങ്ങളൊന്ന് കാണണം. ഓക്കെ, അന്ന് കേരള സ്റ്റോറി ഇറങ്ങിയ ടൈമിലാണെങ്കിൽ K. സുരേന്ദ്രൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഓക്കെ, ഇതേ BJP-യിലെ പ്രവർത്തനമാണ്, ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് BJP-യിൽ വേണമെന്നാണ് ഓരോ ആൾക്കാരും പറയുന്നത്. ഓക്കെ, ഇനി ഞാൻ ആ K. സുരേന്ദ്രനെ ഇങ്ങോട്ട് വെക്കാം. ബോർഡിന്റെ അനുമതി കിട്ടിയാൽ എവിടെ സിനിമ നടക്കും? അത് DYFI ഓഫീസിൽ നിന്നല്ല, യൂത്ത് ലീഗിന്റെ ഓഫീസിൽ നിന്നല്ല, സെൻസർ ബോർഡ് ഓഫ് ഇന്ത്യയാണ് കൊടുക്കുന്നത്. ഇതുവരെ മിണ്ടാത്തവരൊക്കെ മറ്റ് സിനിമകളും നാടകങ്ങളും വന്നപ്പോ അതൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞവരൊക്കെ ഇപ്പൊ എന്തിനാണ് വരുന്നതെന്ന് അറിയാനാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. ഓക്കെ, അന്ന് കേരള സ്റ്റോറിക്ക് വേണ്ടി കൈയടിച്ചേക്കുന്ന ടീംസാണ്, സെൻസർ ബോർഡാണ് കൊടുത്തേക്കുന്നത്. അതിലെന്ത് തെറ്റ്? മുസ്ലിങ്ങളെ നമുക്ക് താറടിക്കണം, മുസ്ലിങ്ങൾ നമ്മുടെ ശത്രുക്കളാണ് എന്നൊക്കെ ആൾക്കാരിലോട്ട് വേദമോദി കൊടുക്കുന്ന രീതി, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ഇങ്ങനെയാണ് എന്ന് പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾക്കൊക്കെ കൈയടിച്ചു കൊടുക്കാണ്. ഇങ്ങനെയുള്ള ആൾക്കാരെയാണോ BJP-യിൽ വേണ്ടത്? ഇനി അടുത്തൊരു ബൈറ്റ് ചെയ്യാൻ വെക്കാം. ഈ ജോർദാനിലൊക്കെ ഈ കൊറോണ കാലഘട്ടത്തിൽ കുടുങ്ങിയ സമയത്ത് അവർക്ക് ജീവിതത്തിൽ ISI പോലെയുള്ള ആശയങ്ങളുമായിട്ട് അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള സ്വാധീനം പൃഥ്വിരാജിന് ഉണ്ടായിട്ടുണ്ടോ എന്നൊരു ആശങ്കയാണ് എന്നെ പോലെയുള്ള ആളുകൾ ഇത്തരത്തിൽ പ്രതികരിക്കാൻ കാരണം. അല്ല, സിനിമ ബഹിഷ്കരിക്കുകയല്ല, സിനിമ കാണുന്നവർക്ക് കാണാം, അല്ലാത്തവർക്ക് കാണാതിരിക്കേണ്ടവർക്ക് കാണാതിരിക്കാം എന്നത് മറ്റൊരു കാര്യം. പക്ഷേ ഇത്തരം എന്നെ പോലുള്ള ആളുകൾക്ക്, സിനിമ പ്രേമികൾക്ക് തന്നെ ഇത്തരത്തിൽ ആശങ്ക ഉണ്ട് എന്നതാണ്. ഓക്കെ, ഇങ്ങനൊരു BJP-ക്കാര് ചെയ്യുന്ന ഏതെങ്കിലും തെറ്റുകൾക്കെതിരെ വിരൽ ചൂണ്ടിയാൽ അവരെ ഒന്ന് വിമർശിച്ചാൽ ആ വിമർശിക്കുന്ന ആൾക്കാരെല്ലാം നേരെ ISI പ്രവർത്തകരായി മാറുകയാണ്, അത്രയും വലിയ തീവ്രവാദികളായി മാറുകയാണ്. എങ്ങനെ ഇരിക്കുന്നു? ഇവിടെ പൃഥ്വിരാജ് പോലും ചിന്തിച്ചിട്ടുണ്ടാവത്തില്ല ഈ കാര്യങ്ങളൊക്കെ. ഓക്കെ, ഞാൻ തീവ്രവാദിയാ എന്നുള്ള രീതിയിലൊക്കെ കൊണ്ടെത്തിച്ചേക്കുന്നത്. എന്തോന്നടേ, ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു കാര്യമില്ലേ ഇവിടെ നമ്മുടെ നാട്ടില്? അതേപോലെ തന്നെ ഈ പറഞ്ഞ കേരള സ്റ്റോറി ഇറങ്ങിയപ്പോഴത്തേക്കും ആവിഷ്കാര സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ ഇവിടുത്തെ സെൻസർ ബോർഡ് തന്നെ ഇട്ടേക്കുന്ന സാധനമില്ല, എന്താണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞുണ്ട്. പിന്നെ കുറെ ആൾക്കാർ ഈ ഫണ്ടിങ് തിരക്കണം, ഈ പൃഥ്വിരാജിന് എവിടെ നിന്നാണ് ഈ ഒരു ഫണ്ടിങ്, ISI ഒന്നും അല്ല ഫണ്ടിങ്, അങ്ങനെ കുറെ ടീംസ് പറഞ്ഞു തരുന്നുണ്ട്. ഇനി ഏറ്റവും വലിയൊരു BJP-യുടെ വിഷം, ഓക്കെ, എങ്ങനൊരു BJP പ്രവർത്തകനായിരുന്നു, എന്തിനേറെ പറയുന്നു, എങ്ങനെ ഒരു മനുഷ്യനാവരുത് എന്നതിനുള്ള ഒരു ഉത്തമ ഉദാഹരണമാണ് TG മോഹൻദാസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഞാൻ കഴിഞ്ഞ വീഡിയോക്കകത്ത് ഞാൻ വെച്ചതാണ്, അതിൽ ഒരു പോർഷൻ മാത്രം ജസ്റ്റ് ഇങ്ങോട്ട് ഞാൻ വെക്കാം. ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് BJP-ക്ക് വേണ്ടുന്നത്. സിനിമയുടെ കഥയിൽ ഗോദ്ര സംഭവത്തെ തുടർന്നുള്ള ഗുജറാത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ കാണിക്കുന്നു. അത് വൺ സൈഡഡ് ആയിട്ട് കാണിക്കുന്നു. മൊത്തത്തിൽ ഒരു ഹിന്ദു വിരുദ്ധ ചിത്രമായിട്ട് അത് മാറിയിരിക്കുന്നു. സിനിമ പോലും കാണാനാണ് ഇദ്ദേഹമല്ലല്ലോ ഇങ്ങേരിത് വന്ന് പറയുന്നത്. അതുകൂടെ നിങ്ങൾ ആലോചിക്കണം. അതായത് ഹിന്ദു വിരുദ്ധ ചിത്രമാണെന്ന്. നിങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പേരോട് നമുക്ക് ഈ രാഷ്ട്രീയ പാർട്ടിയെ താറടിച്ചു അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ ദാറ്റ്സ് ഓക്കെ ഫൈൻ. പക്ഷേ ഹിന്ദു വിരുദ്ധ ചിത്രം,
അതായത് ഹിന്ദുക്കൾക്കിടയിലേക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിലേക്ക് ഓക്കെ ഹിന്ദു വേറെ മുസ്ലിം വേറെ, രണ്ടും രണ്ടാണ്, ഇവർ മനുഷ്യരല്ല, ഹിന്ദുക്കളും മുസ്ലിങ്ങളുമാണ്, രണ്ട് കാറ്റഗറിയാണ്. അപ്പോഴും ഒരൊറ്റ മനുഷ്യരാണെന്ന് ചിത്രീകരിക്കാനൊന്നും ഇവിടെ ഇവർ ശ്രമിക്കുന്നില്ല. അവിടെ ഒരു പാർട്ടി ചെയ്തേക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. എന്ന് വെച്ച് എല്ലാ ഹിന്ദുക്കളും ഇങ്ങനെയാണെന്നോ എല്ലാ മുസ്ലിങ്ങളും ഇങ്ങനെയാണെന്നോ എന്നല്ല അവിടെ പറയുന്നത്. ഇതാണ് പറഞ്ഞത്, തലയിൽ വിഷം കൂടി ഇങ്ങനെ കൊണ്ട് നടക്കുന്ന ആൾക്കാർക്ക് ഓക്കെ ഇപ്പൊ കേന്ദ്രത്തിൽ നിന്ന് അവർ ചെയ്തേക്കുന്ന ഉള്ള എല്ലാ കൊള്ളരായ്മകൾക്കും ഇവിടുന്ന് ജയ് വിളിക്കണ്ടേ, സ്വന്തമായിട്ടൊരു നിലപാട് വേണ്ടേ, സ്വന്തമായിട്ടൊരു വ്യക്തിത്വം വേണ്ടേ. ഇവിടെ എന്റെ എത്ര സുഹൃത്തുക്കളുണ്ടല്ലോ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ സംസാരിച്ചു, RSSലും അല്ലെങ്കിൽ BJPയിലൊക്കെ ഉള്ള ആൾക്കാർ അമ്മാര് പറഞ്ഞ കാര്യം അത് സിനിമയില്ലൂടെ ഇമാരൊക്കെ എന്തോടെ ഈ പറയുന്നത്, ഇതേ RSSലുള്ള ആൾക്കാരൊക്കെ തന്നെ പറയുന്ന കാര്യമാണ്. ഓക്കെ, അത്രയും വിവേകത്തോടു കൂടി കാണാൻ പറ്റുന്ന എത്ര ആൾക്കാരുണ്ട്. അവർക്കെല്ലാം നാണക്കേടാണ് ഇതുപോലുള്ള ഓരോ കീടങ്ങളും. ഓക്കെ, ഇനി മേജർ രവി പറയുന്ന ബാക്കി കാര്യങ്ങളോട് വെക്കാം. പൃഥ്വിരാജ് എന്നുള്ള ഡയറക്ടറും ഇത് നോക്കേണ്ടതായിരുന്നു. ഇങ്ങനെയുള്ള ഒരു ഇഷ്യൂ വരുന്ന ഒരു ഇതുണ്ടെങ്കിൽ നമ്മുടെ വികാരങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് ജനങ്ങളുടെ വികാരങ്ങളെ മാനിച്ചുകൊണ്ടായിരിക്കണം ഒരു സിനിമ പുറത്തിറക്കുന്നത്. അല്ല, ഇവിടെ ബാക്കിയുള്ള ജനങ്ങളുടെ വികാരത്തെ എന്തുകൊണ്ട് എന്ത് മാനിച്ചില്ല എന്താണ് പറയുന്നത് എനിക്ക് മനസ്സിലാവണില്ല. അതായത് ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർ ചെയ്തേക്കുന്ന ഒരു തെറ്റ് കണ്ടാൽ അതിനെ ഇത് സിനിമയിലൂടെ കാണിച്ചു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം? ഓക്കെ, ഈ തെറ്റ് ചെയ്ത ആളുകൾക്ക് വേദനിക്കും, അതിന് ജയ് വിളിച്ച് നടക്കുന്ന ആളുകൾക്കും വേദനിക്കും. ഓക്കെ, ഒരു തെറ്റിനെ കണ്ടാൽ തെറ്റാണെന്ന് തന്നെ പറയണം. ഓക്കെ, നമ്മുടെ സ്വന്തം ഒരു വീട്ടിലാണെങ്കിൽ പോലും നമ്മുടെ കുടുംബത്തിലുള്ള ഒരാൾ ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് തെറ്റാണെന്ന് നമ്മൾ തന്നെ ചൂണ്ടിക്കാണിക്കണ്ടേ? പുറത്തുനിന്ന് ഒരുത്തൻ ചൂണ്ടിക്കാണിക്കുമ്പോൾ കുടുംബത്തിലുള്ള ബാക്കിയുള്ളവർക്കും പൊളിയേണ്ട ആവശ്യം എന്താണ്? ചെയ്ത കാര്യമല്ലേ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പൃഥ്വിരാജ് സുകുമാരൻ പണ്ട് ഈ ഒരു പാർട്ടി രാഷ്ട്രീയ ഈ ഒരു ഇതിനെപ്പറ്റിയൊക്കെ പറഞ്ഞ ഒരു സാധനമുണ്ട്, അത് ഞാൻ ഇങ്ങോട്ട് വെക്കാം. തൽക്കാലം നമ്മൾ കേരളത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തെക്കുറിച്ച് തൽക്കാലം ആസ് ഓഫ് ടുഡേ നമ്മൾ കേരളത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് രണ്ട് രാഷ്ട്രീയ ശക്തികളെ കുറിച്ച് പ്രധാനമായിട്ട് പരാമർശിക്കാൻ സാധിക്കും, ഒരു ഭരണപക്ഷവും ഒരു പ്രതിപക്ഷവും. ഇനി മൂന്നാമതൊരു രാഷ്ട്രീയ ശക്തി നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ രാഷ്ട്രീയ പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പിൽ ഒരു വലിയ ശക്തിയായിട്ട് ഉടലെടുക്കുകയാണെങ്കിൽ അന്നൊരു സിനിമ ഒരു പൊളിറ്റിക്കൽ സിനിമ ഞാൻ ചെയ്യുകയാണെങ്കിൽ അവരെയും പരാമർശിക്കും തീർച്ചയായും. ഇതിൽ തന്നെ ഉണ്ട് എല്ലാവർക്കുമുള്ള ഉത്തരം. ഓക്കെ, ISI ആണോ അല്ലെങ്കിൽ ഇപ്പം തീവ്രവാദിയാണോ മറ്റേതാണോ മാങ്ങയാണോ തേങ്ങയാണോ ചെക്കണ എല്ലാം ഇതിനകത്തുണ്ട്. അപ്പോഴും സിനിമ കണ്ടേക്കുന്ന ആൾക്കാർക്ക് ഇതിനകത്ത് 3 പാർട്ടിക്കിട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള പാർട്ടിക്ക് തോന്നാത്ത ഇത്രയും കുരുക്കൾ അല്ലെ, ബാക്കി 2 പാർട്ടിക്ക് തോന്നാത്ത കുരുവാണ് ഈ BJPക്ക് ഇവർക്കൊക്കെ പൊട്ടിയേക്കുന്നത്. നിങ്ങൾ തന്നെ വിളിച്ചു പറയണം, ഇവര് സിനിമയിൽ കാണിച്ചിരിക്കുന്ന സത്യമാണേ, പക്ഷെ എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത്, ഞങ്ങളേക്ക് ഇങ്ങനെ കള്ളന്മാരൊക്കെ ഇങ്ങനെ കാണിക്കാവോ, ഇതൊക്കെ സത്യമോ പക്ഷെ കാണിക്കാൻ പാടില്ല എന്ന് പറയുന്ന പോലത്തെ ഒരു പരിപാടിയല്ലേ ഇത്. ദീപികയുടെ എന്താണ് കാവി ചെട്ടി കണ്ടപ്പോൾ ദേശസ്നേഹം വ്രണപ്പെട്ട ടീംസ് ആണ്. എന്റെ ദൈവമേ, എന്തൊക്കെയോ പലരും പറയുന്നു. എന്തൊക്കെയോ പറയുന്നോ? അങ്ങ് ഇതിന് മറുപടി പറയണം. ചോദിച്ചിരിക്കുന്ന വളരെ റിലവന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ. ദീപിക പതകൊണ്ട് ഓക്കെ കാവി കളറുള്ള ബിക്കിനി ഇട്ടെന്നും പറഞ്ഞുകൊണ്ട് അതിന്റെ പേരിൽ എന്തോരം പ്രതിഷേധമായിരുന്നു. അതിൽ വരെ മതം കലർത്തി അല്ലെങ്കിൽ രാഷ്ട്രീയം കലർത്തി വെച്ചേക്കുന്ന കുറെ ആൾക്കാർ. എന്തുകൊണ്ട് നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാർ അങ്ങനെയല്ല എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് ഇതുവരെ ഈ ഒരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് വരെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിവിടെ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും അതങ്ങ് തീർന്നു കിട്ടി. നമ്മൾ മലയാളികളല്ലേ, കുറച്ച് ലിറ്ററസി ഉള്ള ആൾക്കാരൊക്കെ അല്ലേടേ, ആൾക്കാരൊക്കെ പിന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുക, അതിന് വകവെച്ച് കൊടുത്തോണ്ടിരിക്കുക നമ്മള്. കേരള സ്റ്റോറി വന്നപ്പോൾ നിങ്ങൾ ഈ വികാരം വ്രണപ്പെടും എന്ന് കരുതി കട്ട് ചെയ്തോ? ആരുടെ വികാരമായിരുന്നു മോനെ? ഉള്ള സത്യമായിരുന്നു അതിനകത്തും വന്നത്. ഇവിടെ സത്യം വന്നിട്ടില്ല ഫുള്ളായിട്ട്. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ കാണിക്കുന്നത് വേണമെങ്കിലും, പക്ഷെ പകുതിയായിട്ട് കാണിക്കരുത്. അപ്പൊ ഒരു സമുദായത്തിനെയും നമ്മൾ വ്രണപ്പെടുത്തുന്ന രീതിയിൽ അങ്ങ് മനസ്സിലാക്കുക, ഇവിടെ ഹിന്ദു സമുദായത്തെ അല്ല വ്രണപ്പെടുത്തിയേക്കുന്നത്. അവിടെ ഈ ഒരു രാഷ്ട്രീയ പ്രവർത്തകർ ചെയ്തേക്കുന്ന കാര്യത്തെക്കുറിച്ചാണ്. അതിനെക്കുറിച്ച് എന്താണ് സംസാരിക്കുക? ഇതാണ് നിങ്ങൾ എന്തിനാണ് അങ്ങേപോലെ ഒരു വ്യക്തി എന്തിനാണ് ഇതിനെ ഡൈവേർട്ട് ചെയ്ത് ആ ഒരു സെൻസിലോട്ട് കൊണ്ടെത്തിക്കേണ്ടത്? കാര്യം ആൾക്കാർ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, സ്വന്തമായിട്ട് നമ്മുടെ നിലപാടിൽ നമ്മൾ ഉറച്ചു നിൽക്കണ്ടേ? അങ്ങിപ്പം BJPയിലെ ഒരു പ്രവർത്തകനാണെന്നോ ഒരു സംഘിയാണെന്നോ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് ഇതിനൊക്കെ എന്തിനാണ് ഇങ്ങനെ ചുക്കാൻ പിടിക്കേണ്ട ഒരു ആവശ്യകത എന്താണ്? തെറ്റാണെങ്കിൽ തെറ്റെന്ന് തന്നെ പറയണ്ടേ. പിന്നെ ഇതെല്ലാം അവർ കാണിച്ചില്ല എന്നുള്ളത് കേരള സ്റ്റോറിയിൽ പറഞ്ഞേക്കുന്നത് എല്ലാം കറക്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിനകത്തുള്ള കറക്റ്റായിട്ടുള്ള ബാക്കി ഇവർ കാണിച്ചില്ല പോലും. അല്ല, ഇത് കാണിക്കുകയാണെങ്കിൽ തന്നെ പിന്നെയും നാർന്ന് ഇതേ BJP തന്നെ ആയിരിക്കും. കാരണം ഞാൻ മുമ്പത്തെ വീഡിയോസിനകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഇട്ടപ്പോൾ ഞാൻ അതിനകത്ത് പറഞ്ഞതാണ്. അതായത് ഇങ്ങനൊരു കാര്യം മുസ്ലിങ്ങൾ ചെയ്തെന്ന് പറഞ്ഞിട്ട് തിരിച്ചെന്താണ് ചെയ്തത്? നിരപരാധികളായിട്ടുള്ള എത്ര ആൾക്കാരെ കൊലപ്പെടുത്തി, എന്നിട്ട് നിരപരാധികളായിട്ടുള്ള എത്ര സ്ത്രീകളെ മാനഭംഗപ്പെടുത്തി. അതായത് ഈ ഒരു അവസരത്തെ അവർ മുതലെടുക്കുകയായിരുന്നു, പീഡിപ്പിച്ചു, സ്ത്രീകളെ പീഡിപ്പിച്ചു. ഓക്കെ, അവന്റെയൊക്കെ കാമം തീർക്കാനെ കൊണ്ട് ഇതൊരു അവസരമായിട്ട് മുതലെടുത്തു. അതിനെക്കുറിച്ചിട്ട് എന്താണ് സംസാരിക്കുന്നത്? സിനിമയിലകത്ത് അത് മുഴുവനായിട്ട് കാണിക്കുമ്പോൾ അതുകൂടെ കാണിക്കണ്ടേ? ഇപ്പം എത്രത്തോളം നാറിയോ അതിൽ കൂടുതൽ, എത്ര മടങ്ങ് കൂടുതൽ നാറും എന്നുള്ളത് നിങ്ങൾ എല്ലാവരും തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ സംഖ്യയാണ് സമ്മതിച്ചു, പക്ഷെ ഇതിനകത്ത് എന്താണെന്ന് ഇപ്പോൾ ഒരു വികാരം വ്രണപ്പെട്ടിരിക്കുകയാണ്. എവിടെയാണ് ഇവിടെ വികാരം വ്രണപ്പെട്ടത്? എന്ത് വികാരം? ആർക്കാണ് വ്രണപ്പെടേണ്ടത്? തെറ്റ് ചെയ്ത ആളുകൾക്ക് വ്രണപ്പെട്ടാൽ പോരെ? ഇവിടെ ഹിന്ദുക്കളെയോ മുസ്ലിങ്ങളെയോ അല്ലെങ്കിൽ വ്രണപ്പെടുത്തുന്ന രീതിയിലെ സാധനങ്ങളല്ല പറഞ്ഞേക്കുന്നത്. ഇതിൽ പ്രവർത്തിച്ചിരുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഒരു പ്രത്യേകതരം രാഷ്ട്രീയ അല്ലെങ്കിൽ BJP RSSലൊക്കെ പ്രവർത്തിച്ചിരുന്ന ആളുകളെ കുറിച്ചാണ് പറഞ്ഞത്, അല്ലാതെ മുഴുവൻ ഹിന്ദുക്കളെ കുറിച്ചല്ല. അതാദ്യം എല്ലാവരും മനസ്സിലാക്കുക. സിനിമ എപ്പോഴും സിനിമയായിട്ട് കാണാൻ പറ്റാത്ത ഒരുപാട് എണ്ണങ്ങൾ ഇനി എന്തൊക്കെയാണ് വരും ദിവസങ്ങളിൽ കാണാൻ പോകുന്നത്. ഓക്കെ, ഇതൊക്കെ പറയുമ്പോൾ കേരള സ്റ്റോറി പറഞ്ഞപ്പോൾ ഓക്കെ കൈയടിക്കുന്നു, ഇവിടെ അതൊക്കെ സത്യമാണ്. ഇത് പറയുമ്പോഴത്തേക്ക് ഇത് കള്ളമാണ്, എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് പറയണ്ടേ? എന്തോന്നട ഇതൊക്കെ.
ഒരു ഡയറക്ടറുണ്ട് ഇതിനകത്ത്, മുരളി ഗോപിനെ പറ്റിയിട്ടൊക്കെ ഇദ്ദേഹം കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്, എന്റെ നല്ല സുഹൃത്താണ് എന്നൊക്കെ പറഞ്ഞുണ്ട്. അങ്ങേ പോലൊരു വ്യക്തി കുറച്ചുകൂടെ അങ്ങ് നല്ല രീതിയിൽ തന്നെയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. പക്ഷെ അങ്ങ് പറഞ്ഞ കാര്യത്തിൽ എനിക്ക് എല്ലാ രീതിയിലും യോജിക്കാൻ പറ്റില്ല. അത് തന്നെയാണ് എന്റെ ഒരു വീഡിയോക്കത്തോടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തിനാണ് ഈ ഒരു വിഷയത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ പറയുക. അതുകൊണ്ട് സിനിമ കാണാനുള്ള ആൾക്കാർ എത്രയും പെട്ടെന്ന് അടുത്ത 2 ദിവസത്തിനുള്ളിൽ തന്നെ പോയി കാണുക. ഇല്ലെങ്കിൽ സെൻസർ ചെയ്തിട്ട് വന്ന എമ്പുരാനല്ല വേറെ ഏതെങ്കിലും തമ്പുരാനെ ആയിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ കാണാം. അപ്പൊ ശരി, ബൈ.